എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നതും കുറച്ച് നോമ്പുതുറ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ലൊരു സ്പെഷ്യൽ നോമ്പ് കഞ്ഞിയും അതുപോലെ ഒരു കട്ട്ലറ്റുമാണ്. ചീസി കട്ട്ലറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നോമ്പ് കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരി നമ്മൾക്ക് കലത്തിലോ കുക്കറിലോ വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 വിസിലടിച്ചാൽ അരി വെന്ത് കിട്ടും. കലത്തിലാണെങ്കിലും ഒരുപാട് വേവ് ഉണ്ടാവില്ല, കാരണം നമ്മൾ എടുക്കുന്നത് പച്ചരിയാണ്. അധികം വേവില്ലാത്ത പച്ചരി എടുക്കാം. 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ജീരകശാല കൈമാരി എടുത്തിട്ടുണ്ട്. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കാനും ഈ ഒരു അരി ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് നന്നായി കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്തി വയ്ക്കാം. ഒരു അരി കുതിർത്തി വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ആശാളി ചേർത്ത് കൊടുക്കാം. നോമ്പ് കഞ്ഞിക്കൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണിത്. ഇതൊരു ജീരകം പോലുള്ളൊരു സംഗതിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ നല്ല ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നന്നായി തിളച്ച വെള്ളത്തിലിട്ട് ഈ ഒരു അരി വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് കൊടുത്തിട്ടും നന്നായി തിളച്ച് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്ക് ഈ അരി നന്നായി വെന്ത് കുഴഞ്ഞു വരും. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം അരി വേവുന്തോറും ആ വെള്ളം അതിലേക്ക് വലിച്ചെടുത്ത് കുറവായിരിക്കും വെള്ളം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കളർ ഉണ്ടാവും. ചിലർക്ക് കളർ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. ഈ ഒരു കഞ്ഞിക്ക് സൈഡായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് പയറ് തോരനാണ്. നല്ല എരിവുള്ള പയറ് തോരനാണ് ഇതിന് ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പയറ് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. പയറ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു 4-5 വെളുത്തുള്ളിയും 4-5 ചെറിയുള്ളിയും നന്നായി ഒന്ന് ഇടിച്ചെടുക്കണം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് കൂടി ചേർക്കാം, അല്ലെങ്കിൽ വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകാണെങ്കിൽ ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് നന്നായി ഒന്ന് ഇടിച്ച് വെക്കാം. ഇന്ന് സ്നാക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി കട്ട്ലറ്റാണ്. അതിന് വേണ്ടി മിൻസ് ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം ചീസ് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ്. 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി എടുക്കാം. ഒരു ചെറിയ സവാള നല്ല ചെറുതായി ചോപ്പ് ചെയ്തിട്ടെടുക്കാം. 1 ഉരുളക്കിഴങ്ങ് തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ച് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത് ഊറ്റി വെച്ച ഉരുളക്കിഴങ്ങാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ളൊരു പാൻ എടുക്കുക. പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഒരു 10 ചെറിയ വെളുത്തുള്ളി ഉണ്ട്, ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർക്കാം. ഒരു സവാള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം സവാളയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറുമ്പോൾ 2-3 മിനിറ്റിന് ശേഷം മിൻസ് ചെയ്ത ചിക്കനും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ചിക്കൻ നന്നായി വെന്ത് കിട്ടിക്കോളും. ചിക്കൻ എന്നുള്ള വെള്ളമെല്ലാം അതിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ ഒരു വിഷ്വൽ എടുക്കാൻ വിട്ടുപോയതാണ്. മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു 1 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കണം. സാധാരണ നോർമൽ മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. 2 മുതൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം.
പാൽ ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് അത് മാറും. ഒരു മിക്സ് കട്ടിയാവും തോറും ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചീസും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം കട്ട്ലറ്റ് പിടിച്ചെടുക്കാം. ഈ കട്ട്ലറ്റിൻ്റെ ഫില്ലിങ് നന്നായി ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ ആദ്യം ഒന്ന് തടവി കൊടുക്കണം. എണ്ണ തടവി കൊടുത്തതിന് ശേഷം മാത്രം കട്ട്ലറ്റ് പിടിച്ചെടുക്കുക. ചെറുതായിട്ടൊരു ഒട്ടൽ ഫീൽ ചെയ്യും, പക്ഷെ അത് കുഴപ്പമില്ല. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് നന്നായി ഹാർഡായിട്ടുണ്ടാവും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അത് ഹാർഡായിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടൽ തോന്നിയാൽ കുറച്ച് ടൈം കഴിയുമ്പോൾ അത് നന്നായി ഹാർഡായി വരും. നല്ല കയ്യിലൊന്നും ഒട്ടാതെ നല്ല കൃത്യമായിട്ടിരിക്കും. ഓരോ കട്ട്ലറ്റ് എടുക്കുമ്പോഴും കയ്യിൽ കുറച്ച് എണ്ണ തേക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലും അതുപോലെ മൈദ മുട്ട മിക്സിലാണ് ഇത് മുക്കി പൊരിക്കുന്നത്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും മുട്ടയും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസല്ലാത്തൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ഔട്ടർ ലെയർ ആയതുകൊണ്ട് തന്നെ അതിന് ഉപ്പില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തിട്ട് ഇതിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട്ലറ്റ് പൊരിച്ചെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ബ്രെഡൊക്കെ വെച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. ആ ഒരു ബ്രെഡ് ക്രംസാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ബ്രെഡ് ക്രംസിൽ തന്നെ ഇത് മുക്കി പൊരിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നല്ല സ്നാക്കായി കിട്ടും. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എണ്ണ ചൂടാക്കിയതിന് ശേഷം മാത്രം ഇത് പൊരിച്ചെടുക്കുക. അത്യാവശ്യം എണ്ണ നന്നായി ആദ്യം ചൂടായിരിക്കണം. അത് കഴിഞ്ഞൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കുക. ഒരുപാട് ചൂടാവാത്ത എണ്ണയിലേക്ക് ഈ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കരുത്. അതുപോലെ ഓവറായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്കും കട്ട്ലറ്റ് ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാൻ. ഒന്നുകൂടി മറിച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ് കൂടി തയ്യാറാക്കിയെടുക്കണം. നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല ബ്രെഡ് ക്രംസ് നോക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലൊക്കെ ഒരുപാട് ബ്രെഡ് ക്രംസ് ആയിട്ട് ചൂടാവും തോറും അതിങ്ങനെ കറുത്ത് കരിഞ്ഞ് കിടക്കും. അപ്പോൾ അടുത്ത ബാച്ച് ഇടുമ്പോൾ ആ ഒരു ബാച്ചിലും ആ ഒരു കറുത്ത കളറിലെ കരി മുകളിൽ പിടിക്കും. അതുകൊണ്ടാണ് നല്ല പരുവത്തിലുള്ള ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യണം. സ്നാക്ക് തയ്യാറായതുകൊണ്ട് തന്നെ ഇനി അടുത്തത് ആ ഒരു പയറ് തോരനോട് തയ്യാറാക്കിയാൽ എൻ്റെ ഇന്നത്തെ നോമ്പ് തുറയുടെ കാര്യങ്ങളൊക്കെ റെഡിയാവും. പയറ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഇടിച്ച് വെച്ചിട്ടുള്ള എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ചെറിയ തീയിൽ തന്നെ ഇത് വെച്ച് ചെയ്തെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് എരിവ് വറ്റൽ മുളകിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചെറുപയറിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി അതിലേക്കൊരു 2 പിടി തേങ്ങ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ തോരൻ റെഡി. ഈ ഒരു കഞ്ഞിക്ക് നല്ല എരിവുള്ള ചെറുപയർ തോരൻ നല്ല ടേസ്റ്റിയാണ്.
ഈ ഒരു സമയം കൊണ്ട് അരിയൊക്കെ നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആവശ്യമില്ല, ഒരു 4-5 വെളുത്തുള്ളി മതിയാവും. ഇനി ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതൊക്കെ ഒരു മീഡിയം ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ക്യുമിൻ സീഡ് അല്ലെങ്കിൽ നല്ല ജീരകമാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്കൊരു 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരവിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള വിളഞ്ഞ തേങ്ങ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇനി അത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന അരിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിച്ചാൽ കഞ്ഞി റെഡിയാവും. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് താളിച്ചൊഴിക്കാം. താളിച്ചും കൂടെ ഒഴിക്കുമ്പോഴാണ് ആ ഒരു കഞ്ഞിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിവിടെ വെളുത്തുള്ളി മാത്രമേ താളിച്ചൊഴിക്കുന്നുള്ളൂ. ഉലുവയൊക്കെ താളിച്ചൊഴിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ ഒരു കഞ്ഞി ഇതുപോലെ മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതൊരു ട്രഡീഷണൽ കഞ്ഞിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു അരി 2 മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഓരോ ഇടങ്ങളിലും ഈ ഒരു കഞ്ഞിക്ക് വ്യത്യസ്ത ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പലതായിട്ടാണ് ഈ ഒരു കഞ്ഞി ചെയ്യുന്നത്. നോമ്പ് തുറന്നതിന് ശേഷം ഈ ഒരു നോമ്പ് കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല നോമ്പ് റെസിപ്പികളും അല്ലാത്ത റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.